ഐക്യരാഷ്ട്രസഭയിലും പ്രസംഗിക്കുമ്പോൾ ട്രംപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് അനുകൂലമായി നിൽക്കുന്നതെന്നും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതും എന്നാണ് ട്രംപ് നിലവിളിക്കുന്നത്. ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിരന്തരം പറയുന്നത്? കേൾക്കാൻ രസമുണ്ട്, നല്ല തമാശല്ലേ? ഐക്യരാഷ്ട്രസഭാ തലത്തിലും എല്ലാം ഗൗരവമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഒരു കോമാളി കൂടി വേണ്ടേ? കോമഡി പറയാൻ നല്ല കോമഡിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ രണ്ടാം ട്രംപിന് എന്ത് സംഭവിച്ചു? സാധാരണയുണ്ട് ശ്രീജിത്തെ, ഈ ഷണ്ടന്മാരുണ്ട്. ഷണ്ടന്മാരെന്താണെന്നുള്ളതിൻ്റെ അർത്ഥം ഈ ഗൂഗിൾ നോക്കുക, ഞാനത് പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഈ ഷണ്ടന്മാർ എത്ര ശ്രമിച്ചാലും കാര്യം നടക്കുകയില്ല. അപ്പോൾ അവരതിന് കുറ്റം പറയുന്നത് ഭാര്യമാരുടെ കുഴപ്പമാണെന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഒരു ഷണ്ഡനാണ് ഈ ട്രംപ് എന്നെനിക്ക് പറയേണ്ടി വരും. നമ്മുടെ പ്രേക്ഷകരോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ഇയാൾ എത്ര ശ്രമിച്ചിട്ടും ആ ശ്രമം വിജയിക്കുന്നില്ല. അപ്പം നിൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞ് ഇന്ത്യയെ കുറ്റം. പാവം ഇന്ത്യ എന്ത് പഴിച്ചു? ഇന്ത്യ സർവ്വസജ്ജമായിട്ട് നിൽക്കുകയാണ്. ഇന്ത്യക്ക് പെട്രോൾ വേണം, അത് പണ്ടും ഇറക്കുമതി ചെയ്തു. ഇപ്പോൾ കൂടുതൽ വില കുറച്ച് വരാൻ പറഞ്ഞു, വില കുറച്ച് വന്നു. നിങ്ങൾ വില കുറച്ച് വന്നു അമേരിക്ക, ഞങ്ങൾ വാങ്ങിച്ചോളാം. ബിസിനസ്സാണ്. നിങ്ങൾ പിന്നെ എങ്ങനെ ലാഭം നോക്കിയില്ല, താല്പര്യം നോക്കിയില്ല? നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ താല്പര്യം നോക്കി. പാകിസ്ഥാന് ബോംബുണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ താല്പര്യം നോക്കി. സൗദി അറേബ്യയെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് എന്തിനാ? നിങ്ങളുടെ താല്പര്യം നോക്കി. അതേസമയം സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് 3 കോടി കുട്ടികളാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലം. നിങ്ങൾ എന്തു ചെയ്തു അവിടെ? നിങ്ങൾ കുന്തം ചെയ്തു. കാര്യം എന്താ? അവിടുന്ന് നിങ്ങൾക്ക് പെട്രോൾ കിട്ടാനില്ല, സാമ്പത്തിക താല്പര്യങ്ങളില്ല. അതുപോലെ തന്നെ അർജൻറ്റീന എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റേതായിട്ടുള്ള ഫാക്ലാൻഡ്സ് ദ്വീപ് അവർ സ്വന്തമാക്കിയത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞു എടുത്തു. ബ്രിട്ടൻ്റെ ഉടനെ കപ്പൽപ്പടയുമായിട്ട് ചെയ്യുന്നത് തിരിച്ചു പിടിച്ചെടുത്ത് ലോകത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം അതിനെ അപലപിച്ചോ? കാരണം എന്താ? അർജൻറ്റീന എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ബ്രിട്ടനേക്കാൾ പ്രായേണ ക്ഷീണിതമായ സാമ്പത്തികമായ ശക്തിയല്ലാത്ത ഫുട്ബോൾ കൊണ്ട് മാത്രം ലോകം അറിയുന്ന ഒരു രാഷ്ട്രമായിരുന്നു. ഫാക്ലാൻഡ്സ് ദ്വീപ് വലിയ സംഭവമാണത്. അതുപോലെ പ്യൂർട്ടോറിക്ക എന്ന് പറയുന്ന നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ സമീപ രാജ്യത്ത് നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്? അമേരിക്കയോട് ചോദിക്കുക. നിക്കരാഗ്വ എന്ന് പറയുന്ന രാജ്യത്തൊരു ഇടതുപക്ഷക്കാരൻ, ഡാനിയൽ ഓർട്ടിഗോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ പുകച്ചു പുറത്തു ചാടിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്തു? ബാക്കി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിങ്ങൾ നടത്തിയ ലിമുംബോയുടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്തു കൊലപാതകം ചെയ്യാനും മടിക്കാത്തതുപോലെ ഒരു കൊലപാതകമാണ് ഇന്ത്യയെപ്പറ്റി നിങ്ങൾ ഈ പറയുന്ന വാക്കുകളിലൂടെ. അന്ന് നേരിട്ടുള്ള കൊലപാതകമാണെങ്കിൽ ഇപ്പം സത്യത്തിൻ്റെ കൊലപാതകമാണ് ട്രംപ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. നോക്കൂ, അദ്ദേഹം ഇത് മാത്രമല്ലല്ലോ പറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കള്ളത്തരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പൊളിയാണെന്ന്. ഇയാളാരാ? ശാസ്ത്രജ്ഞനോ? ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ഇയാൾ ഈ കച്ചവടം നടത്തി കുറേ പണം ഉണ്ടാക്കിയതല്ലേ? ശാസ്ത്രത്തെപ്പറ്റി ഇയാൾക്ക് എന്ത് കുന്തം അറിയാവുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ നൊബേൽ സമ്മാന അർഹർ ഉണ്ടായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം ചുമ്മാ തട്ടിപ്പാണെന്ന്. ഇയാളുടെ ആര് പറഞ്ഞു കൊടുത്തത്? ഇയാളാരെ ദൈവദൂതനോ? ആരാ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്? ഇയാൾ എന്ത് പരീക്ഷണം നടത്തി ഇതിനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളുടെ സൃഷ്ടിയാണ്. കാലാവസ്ഥയും ഇനി ബഹിരാകാശത്തിനെല്ലാം കുറച്ച് പറഞ്ഞ് അദ്ദേഹം അങ്ങ് ഈ നാസയെ തന്നെ അങ്ങ് പിരിച്ചുവിടുമോ? നാസയല്ല, ഫോസിൽ ഫ്യൂവൽ മാറി പരമാവധി അങ്ങ് ഉപയോഗിച്ചോളാന്നാണ് പറയുന്നത്. പുക അങ്ങോട്ട് പടർത്തിട്ട് അന്തരീക്ഷം മുഴുവൻ ഇങ്ങനെ പുക പടരട്ടെ. പുക പടർന്നു കഴിയുമ്പോൾ ജീവിക്കൽ ഇപ്പം ശ്രീജിത്തെ അറിയാം, 500 വർഷം കൂടെ ഉള്ളൂ ഭൂമിക്ക് ആയുസ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ. 500 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പണമുണ്ട്. ടെസ്ല ഒക്കെ അവരുടെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പണം എന്ന് പറയുന്നത് അപാരമാണ്. അമേരിക്കയേക്കാൾ കൂടുതൽ ബജറ്റുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ടെസ്ല ഉടമയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് എന്തുമായിക്കോട്ടെ, അദ്ദേഹത്തിനുണ്ട്. ഇലോൺ മസ്ക് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിനൊക്കെ വിദൂര ഗ്രഹങ്ങളിൽ പോവുക, അതിനുള്ള ഓപ്പറേഷൻ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പോയി സുഖമായിട്ട് കെട്ടിടം വെച്ച് ഫ്ലാറ്റ് വെച്ചൊക്കെ താമസിക്കാം സുഖമായിട്ട്. സാധാരണ പാവപ്പെട്ട ശ്രീജിത്തും ഞാനും ഒക്കെ എന്ത് ചെയ്യും? പാവപ്പെട്ട ഇവിടുത്തെ ശങ്കരനും ആദിത്യനും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് പോകാൻ പറ്റുമോ? ഇവിടെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന് അധിവാസ യോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ അവശേഷിക്കുന്ന ജീവികളെന്ന് പറയുന്നത് അതും കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രം. പാറ്റ, ഉറുമ്പ്, അങ്ങനെയുള്ള ജീവികൾ. അതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല, നൊബേൽ സമ്മാനത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു, ഞാൻ 7 യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ്. 7 അല്ല ഇയാളുടെ ക്ലെയിം, 12 എണ്ണം. ഈ 12ആയി.
ഈ മധുസൂദനൻ നായരുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് പൊട്ടൻ, ആ പൊട്ടനാണ് ഈ പൊട്ടൻ, ഭൂലോക പൊട്ടൻ, വട്ടനും കൂടാണ്, വട്ടും പൊട്ടും കൂടെ ഒരുമിച്ച് ഒരു മനുഷ്യന് വന്നാൽ എന്ത് ചെയ്യും? കേട്ട് ചിരിക്കാം. ചെമ്പരത്തിപ്പൂ 2 ചെവിയുടെ പുറകെ കുത്തിക്കൊണ്ട് വേണമായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗം നടത്തുന്നത്. ഇതുപോലൊരു വിഡ്ഢിയെ വെച്ചുകൊണ്ടിരിക്കുന്നല്ലോ അമേരിക്ക പോലെ ബുദ്ധിജീവികളുള്ള ഒരു രാഷ്ട്രം. അതാണ് ഏറ്റവും വലിയ കഷ്ടമെന്ന് പറയുന്നത്, ദുരന്തമെന്ന് പറയുന്നത്. ഇതുപോലെ പറഞ്ഞ ഒരു വിവരദോഷിയിൽ ഈ ലോകത്ത് ഇന്നിപ്പോൾ ജീവിച്ചിരുന്നു എന്ന്, മജ്ജയും മാംസവുമായി ജീവിച്ചിരുന്നു എന്ന് ഇനി വരുന്ന തലമുറകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. സമാന വാക്യം പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ജൂതനാണെങ്കിലും അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തുന്നത് മഹത്തായ അമേരിക്ക എന്ന രാജ്യത്താണ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചത്. അതിൽ നിന്നാണ് ആറ്റോമിക് ബോംബ് ഉണ്ടായിട്ടുള്ളത്. ഓപ്പൺഹൈമർ ആറ്റോമിക് ബോംബ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഒരു സഡൻ ബ്രേക്ക് ഇട്ടത് 2ാം ലോക മഹായുദ്ധത്തിന്. ഈ ശാസ്ത്ര സത്യങ്ങളൊക്കെ അവശേഷിക്കുകയും മഹാനായ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ കണ്ടുപിടിച്ച ഈ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ ഓസോൺ പാളിയുടെ അതിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിൻ്റെ വിള്ളലുകളോടുകൂടി ലോകത്തോട് പറഞ്ഞതെല്ലാം വെറും പൊളിയാണ്. നമ്മൾ ഫോസിൽ ഫ്യൂൽ കത്തിക്കുക, വനങ്ങളെല്ലാം വെട്ടിത്തെളിക്കുക, അവിടെ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഫ്ലാറ്റുകൾ അങ്ങോട്ട് വയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനമൊന്നും ഇല്ലെന്ന്. മരമണ്ടൻ പ്രസിഡന്റ് ഇതുപോലൊരാൾ അമേരിക്ക ഇന്നു വരെ ഭരിച്ചിട്ടില്ല. ഇതെന്താണ് ലോകത്തിലെ ബുദ്ധിജീവി സമൂഹം, ശാസ്ത്രജ്ഞ സമൂഹം ഇയാൾക്കെതിരെ ഒരു സാങ്ഷൻ ഏർപ്പെടുത്താത്ത? ഇയാൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ഇന്ത്യ ഉൾപ്പെടെ സാങ്ഷനും ഉപരോധവും ചുങ്കവും ഏർപ്പെടുത്തുകയാണ്. ഇയാളെ ഐക്യരാഷ്ട്രസഭയെ പ്രസംഗിക്കാൻ സമ്മതിക്കരുത് ശാസ്ത്രജ്ഞന്മാർ. അതാണ് വേണ്ടത്. ഈ വിവരക്കേടുകൾ ലോകം കേൾക്കുകയാണ്, ഈ വിവരക്കേടുകൾ ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിലത് സ്വാധീനം ചെലുത്തും. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പറയുന്ന കള്ളത്തരങ്ങൾ പോലെ എന്ത് പൊട്ടത്തരമാണെങ്കിലും വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട്, അതിന് കൈയടിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറോ മുസോളിനിയോ അല്ല, ബെനിൻഗോ മുസോളിനിയോ സ്റ്റാലിനോ അല്ല, മറിച്ച് ഇതുപോലുള്ള കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സത്യാനന്തരകാലത്തെ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്ന ഇതുപോലുള്ള അപകടകാരികളായിട്ടുള്ള പ്രസിഡന്റുമാരാണ്. ഇന്ത്യക്ക് ഇപ്പോൾ H1B വിസ കിട്ടുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഇയാൾ ഈ ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ 12 എണ്ണം, അതുപോലെ ഈ നൊബേൽ 12 യുദ്ധം അവസാനിപ്പിച്ചു എന്നും പറഞ്ഞ് എനിക്ക് അതുകൊണ്ട് നൊബേൽ സമ്മാനം താന്നും പറഞ്ഞ് ഇരന്നു വാങ്ങുന്ന നാണം കെട്ട നാണമില്ലാത്ത ഒരു പ്രസിഡന്റിനെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? അമേരിക്ക എന്ന് പറയുന്ന കോടീശ്വരന്മാരുടെ രാജ്യത്തൊന്ന് ഇരക്കാൻ ഇറങ്ങിയിരിക്കുക. ഇരക്കാൻ, വിശന്നിട്ടല്ല, എനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് വന്നു അരിപ്രാഞ്ചിയെ പോലെ ഇറങ്ങിയിരിക്കുക. നാണമില്ലാത്ത മനുഷ്യൻ. ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭരണമാണ് നടത്തിയത്, നല്ല ബന്ധമാണ് ഇന്ത്യയുമായിട്ടുണ്ടാകും. ഇപ്രാവശ്യം അദ്ദേഹത്തിന് എന്തോ പരിണാമം സംഭവിച്ചിരിക്കുന്നു. ഇത് വല്ല ശാസ്ത്രജ്ഞന്മാരും ചെയ്തതാണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിലേക്ക് എന്തെങ്കിലും വിദേശ വസ്തുക്കൾ, അതെ, ഈ മിസൈൽ അയക്കുന്ന പോലെ കയറ്റിയിട്ട് തലയ്ക്ക് വട്ടാക്കി വെച്ചതാണോ എന്ന് എനിക്ക് ശാസ്ത്രജ്ഞന്മാർ ഒരുപാടുണ്ട്. അല്ല, അദ്ദേഹത്തിന് പ്രായം അതിക്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യമുണ്ട് ശ്രീജിത്ത്, ഇതിലും ഭേദം ജോ ബൈഡൻ ആയിരുന്നു, ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു നമുക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രം അമേരിക്കക്കാർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഇനി വരുന്ന ഇടക്കാല ഇൻറ്ററിം എന്നാണ് അവർ പറയുന്നത്, ഇൻറ്ററിം ഇലക്ഷനിൽ ഉണ്ടാവുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ ലോകത്ത് നിന്ന് ഈ ദുരന്തത്തെ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇയാളെ മാറ്റി കിട്ടുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ആകെ നന്മയ്ക്കുള്ള ഏക പ്രാർത്ഥന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.